ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ഇപ്പോൾ നിലമ്പൂരിൽ കഴിഞ്ഞ 9 വർഷം അവിടെ കേരളത്തിന്റെ വികസന കുതിപ്പിന് സമാനമായി അവിടെ LDF ഭാഗമായിരുന്നല്ലോ PV അൻവർ. അത്തരത്തിലുള്ളൊരു വികസനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് LDFന്റെ വികസന കാഴ്ചപ്പാടിന്റെ പ്രതിഫലനം എന്ന നിലയ്ക്ക് നിലമ്പൂരുകാർ കാണുകയാണ് എങ്കിൽ അത് ഭരണം നടത്തുന്ന മുന്നണിക്ക് സാധ്യമായ മുന്നണിയുടെ കാഴ്ചപ്പാടിനനുസരിച്ചുള്ള നടപടികളും വികസനവും ഒക്കെയാണ് എങ്കിൽ ആ മുന്നണിക്കൊപ്പം രാഷ്ട്രീയ ചിന്ത, ആ മുന്നണിക്കൊപ്പം വോട്ട് എന്നായിരിക്കില്ലേ നിലമ്പൂരുകാർ ചിന്തിക്കുക? അത് നിലമ്പൂരിലെ ജനങ്ങളുമായിട്ട് നിങ്ങൾ നേരിട്ട് സംസാരിക്കൂ. ഞാൻ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായി അദ്ദേഹം ജനപ്രതിയായി, LDFന്റെ ഭാഗം ജനപ്രതി. പക്ഷേ LDF സർക്കാരിന്റെ ഭാഗത്ത് അദ്ദേഹത്തിന് ഈ പറഞ്ഞ പല കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഈ നിയോജക മണ്ഡലത്തിന്റെ പല ആവശ്യങ്ങൾക്കും അദ്ദേഹം ഉന്നയിച്ച ആവശ്യങ്ങൾ ഗവൺമെന്റ് നൽകിയിട്ടില്ല. അദ്ദേഹം ഒരു പരിധിവരെ ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ സാധാരണക്കാരുടെ വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ സ്വന്തം പോക്കറ്റിലെ കാശെടുത്ത് മുടക്കി നടത്തിയ ഒരു ജനപ്രതിയാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുമായി സംസാരിക്കുമ്പോൾ അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഞാൻ പറയുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ ശ്രീ PV അൻവർ എന്ന് പറയുന്ന ഒരു മിടുക്കനായ ഒരു നേതാവിനെ LDF തിരഞ്ഞു പിടിച്ച് അവർ മത്സരിപ്പിച്ച് അവർക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റാത്ത ഒരു സീറ്റ് തിരിച്ചു പിടിക്കാൻ വേണ്ടി അന്ന് PV അൻവറിനെ ഉപയോഗിച്ചു. PV അൻവർ നിന്നും മത്സരിച്ചു, ആ സീറ്റ് പിടിച്ചു. ആ മിടുക്കൻ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം സത്യസന്ധനും നീതിമാനുമാണ്. അദ്ദേഹം പറഞ്ഞു കൊള്ളാം, പക്ഷെ ഗവൺമെന്റ് ഇങ്ങനെ പോകാൻ പാടില്ല, ചില കാര്യങ്ങൾ തിരുത്തൽ വേണം, ചിലരെ നിയന്ത്രിക്കണം എന്ന് ശ്രീ PV അൻവർ പറഞ്ഞപ്പോൾ അദ്ദേഹം അനുഭവീതനായി എന്നുള്ളതാണ് സത്യം. പിന്നെ PV അൻവർ ജനപ്രതിയായിരുന്ന അദ്ദേഹം ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി നിരന്തരമായി അദ്ദേഹം അത് അല്ലെങ്കിൽ ഗവൺമെന്റ് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിൽ നിന്ന് പണം അനുവദിച്ചിട്ടുണ്ടായി. അത് UDF ആണ്, LDF ആണ്. ഒരു ജനപ്രതി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ ഭാഗം നമ്മളൊക്കെ കൊടുക്കുന്ന നികുതി പണം, ആ നികുതി പണം നമ്മുടെ നിയോജക മണ്ഡലത്തിൽ അർഹതപ്പെട്ടതാണ് വാങ്ങിച്ചെടുത്തിട്ട് അദ്ദേഹം ഒരു വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അത് PV അൻവർ എന്ന് പറഞ്ഞ ആ ജനപ്രതി മിടുക്കാണ്, കഴിവാണ് എന്ന സംശയം വേണ്ട. അതുകൊണ്ട് ഇവിടെ LDFും UDFും അല്ലെങ്കിൽ മത്സരിക്കുന്നു എന്നുള്ളതല്ല വിഷയം. ഇത് PV അൻവർ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന രാഷ്ട്രീയമില്ലാത്ത ജാതി മത വർഗ ചിന്തകൾക്ക് അതീതമായി ചിന്തിക്കുന്ന അദ്ദേഹം മുസ്ലിം ആയിരിക്കാം, പക്ഷെ അദ്ദേഹം മുസ്ലിമിന് വേണ്ടി വാദിക്കുന്ന അല്ലെങ്കിൽ ഒരാളല്ല. അദ്ദേഹം മുസ്ലിമിന് വേണ്ടി മാത്രമല്ല എല്ലാ ജനവിഭാഗങ്ങളുടെയും ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംസാരിക്കുന്ന ഒരു ജനനേതാവാണ്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പല സ്ഥാപനങ്ങളിലും ഒക്കെ പോയി അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ ഒരു വാക്ക്, ഞാൻ ഒരു സ്ഥാപനത്തിൽ ചെന്നപ്പോൾ ഒരു പുരോഹിതൻ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്, ഇവിടെ ഞങ്ങളുടെ പള്ളിയിൽ ഒരു പ്രശ്നമുണ്ടായി, ആ മരുത പള്ളിയിൽ ഒരു ശവമടക്കമായി ബന്ധപ്പെട്ടൊരു വിഷയമുണ്ടായി. വിഷയം എന്താ? അവിടെ ആ മരുതപ്പള്ളിയിൽ അവിടെ കല്ലറയില്ല. അവിടെ കല്ലറയില്ലാത്തപ്പോൾ എങ്കിലും ആ ഇടവകയിൽപ്പെട്ട ഒരാളിനെ അവിടെ കൊണ്ടുപോയി മരിച്ച ആളിനെ അദ്ദേഹത്തിന്റെ പൊതുശരീരം ആ പള്ളിയിൽ കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിച്ചിട്ട് അടുത്ത ഫൊറോന കീഴിലുള്ള അല്ലെങ്കിൽ ശവക്കല്ലിനടുത്ത് കൊണ്ടുപോയി അടക്കുക എന്നുള്ളതാണ് നടപടി. അപ്പൊ അതിന് ശ്രമിച്ചപ്പോൾ അവിടെ RSSും അവിടെ അന്നത്തെ MLA ആയിരുന്ന പ്രിയപ്പെട്ട ആര്യാടൻ സാർ ഒന്നിച്ച് നിന്നുകൊണ്ട് അതിനെ എതിർത്തു. എന്ന് പറഞ്ഞാൽ മരണപ്പെട്ട ഒരു ശവശരീരത്തോട് പോലും നീതി പുലർത്താത്ത ആളുടെ മകനാണ് ഇപ്പോൾ മത്സരിക്കുന്നതെന്ന് പുരോഹിതൻ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ എന്താ പറയുക അത് ആ പുരോഹിതൻ പറഞ്ഞത് എന്താ വെച്ചാൽ